ഓം ശ്രീ ചാമുണ്ടേശ്വര്യൈ നമഃ. കല്ലിയൂർ നാഗരമ്മൻകാവ് ശ്രീ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രം കാക്കവിള, പൊഴിയൂർ, തിരുവനന്തപുരം ജില്ല. പൊഴിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആറാട്ടിനോടനുബന്ധിച്ച് പണ്ടുകാലങ്ങളിൽ ശ്രീ മഹാദേവൻ വേട്ടയ്ക്കായി വന്നിരുന്ന അതിപുരാതനമായതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ 11 കുടുംബങ്ങളിലൊന്നുമായ കുറ്ററ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രവുമായ കല്ലിയൂർ നാഗരമ്മൻകാവ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം. നമസ്കാരം. നല്ലൂർ നാഗരാജാക്കാവിലെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന ആവാഹന സമയത്ത് കല്ലിയൂർ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ അനുവാദം വാങ്ങണമെന്ന് തെളിഞ്ഞതിനാൽ നല്ലൂർ നാഗരാജാക്കാവിൽ നിന്നും സായിറാം ഗ്രൂപ്പ് അംഗങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പട്ടും മഞ്ഞച്ചരടും കടുംപായസവും സമർപ്പിക്കുകയുണ്ടായി. അന്ധകാന്തകയായ കല്ലിയൂരമ്മയുടെ ചാമുണ്ടേശ്വരി ദേവിയുടെ തിരുസന്നിധിയിൽ നിന്നും ദേവിയുടെ അനുഗ്രഹവും വാങ്ങിയിറങ്ങിയ അവരോടൊപ്പം ഞങ്ങളും നല്ലൂർ നാഗരാജാക്കാവിലെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി തിരിച്ചു. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇളം പാലമുക്ക് ശ്രീ മഹാദേവന്റെ ആറാട്ടുകുളത്തിൻ്റെയും കൊല്ലംകോട് ശ്രീ ഭദ്രകാളി ദേവിയുടെ പറണേറ്റുവയലിന് സമീപത്ത് ശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൂർ ശ്രീ സന്താനലബ്ധി നാഗകാവിൽ നടന്ന നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും നാഗരൂട്ടും പൂജകളും കാണുവാൻ ആ ധന്യനിമിഷങ്ങളിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. വളരെ കാലങ്ങളായി ക്ഷയിച്ച നിലയിലായിരുന്ന ഈ കാവിനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിശബ്ദമായി ചെയ്തുവരുന്ന സായിറാം ഗ്രൂപ്പ് അംഗങ്ങൾ ഏറ്റെടുത്തുകയും അവിടെ നാഗപ്രതിഷ്ഠയും അനുബന്ധ പൂജകളും നടത്തുവാൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 2025 ഡിസംബർ 30, 31, 2026 ജനുവരി 1 തുടങ്ങിയ ദിവസങ്ങളിലായി ഏറ്റെടുത്ത കർത്തവ്യം നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ അവർ വളരെ ഗംഭീരമായി ആത്മാർത്ഥമായി ചെയ്യുകയുണ്ടായി. 2026 ജനുവരി 1 തീയതി വ്യാഴാഴ്ച രാവിലെ 5:30 മണി മുതൽ ജലോദ്ധാരണം, നേത്രാമീലനം, ബിംബശുദ്ധി, കലശാഭിഷേകം, അക്ഷതഹോമം, നവശക്തി ഹോമം, നിദ്രാകലശപൂജ, ധ്യാനാധിവാസം, കലശപൂജ, അധിവാസഹോമം, അധിവാസപൂജ തുടങ്ങിയ പൂജകളും ഹോമങ്ങളും ക്ഷേത്രതന്ത്രിയായ ശ്രീ കണ്ണൻ വാഴ്ത്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 9:35 10:30 ഇടയിൽ നടന്ന പ്രതിഷ്ഠയും കലശാഭിഷേക പൂജകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു.
നല്ലൂർ നാഗരാജാകാവിലെ പടിഞ്ഞാറേക്കര കൊല്ലംകോട് എല്ലാ മലയാള മാസവും ആയിരനാളിൽ ഉച്ചയ്ക്ക് കൊല്ലംകോട് ഭദ്രാവതിയിൽ ഉച്ചപൂജ കഴിയുന്ന നേരം നാഗർക്ക് ആയില്യ ചെയ്യണം. 1/2 കിലോ പച്ചരി പാൽപ്പായസം, 1/2 കിലോ പാല് പാലും. വാർഷിക വിശേഷം: ധനുമാസിലെ രോഹനഹൃദയിൽ കലശപൂജയും നിശാചര പൂജയും മുതലായ നടത്തേണ്ടതാകുന്നു. കാലാനുസൃതം മാറ്റങ്ങളാവാം, പക്ഷേ ഇതിലൊരു കുറവ് വരുത്തരുത്. കൊല്ലങ്കോട്ടമ്മയ്ക്കു തിരുമുന്നിൽ തേരോട്ടം, തൂക്കവില്ലിൻ തിരനോട്ടം. വെങ്കണ്ണി മുറ്റത്ത് തങ്കത്തേരു തെളിക്കുന്നു, മീനപ്പൻ സൂര്യനുദിക്കുന്നു. കൊല്ലങ്കോട്ടമ്മയ്ക്കു തിരുമുന്നിൽ തേരോട്ടം, തൂക്കവില്ലിൻ തിരനോട്ടം. രാവിലെ 10 മണിക്ക് നടന്ന വരിപ്പൊങ്കാലയിൽ നിരവധി പേർ പങ്കെടുത്തു. വിജയം ചെയ്തമ്മയിരിക്കും പച്ചപ്പന്തലിനരികിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥനയോടെ തൊഴുകൈപ്പൂക്കളുമായി. വിജയം ചെയ്തമ്മയിരിക്കും പച്ചപ്പന്തലിനരികിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥനയോടെ തൊഴുകൈപ്പൂക്കളുമായി. ഭദ്രേ നീ എന്നിൽ കഴിയണേ, ദേവി രുദ്രേ നീ എന്നിൽ നിറയണേ. നീ ഹാരമാല ചൂടും നിത്യനിരാമൈ നീ. കൊല്ലങ്കോട്ടമ്മയ്ക്കു തിരുമുന്നിൽ തേരോട്ടം, തൂക്കവില്ലിൻ തിരുനോട്ടം. വെങ്കണ്ണി മുറ്റത്ത് തങ്കത്തേരു തെളിക്കുന്നു, മീനപ്പൻ സൂര്യനുദിക്കുന്നു. പൈതങ്ങൾ പുഞ്ചിരിയോടെ തൂക്കവില്ലിൽ ഏറുമ്പോൾ താങ്ങായി തണലായമ്മേ നീ. ഉച്ചയ്ക്ക് 1 മണിക്ക് സായിറാം ഗ്രൂപ്പിന്റെ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത് വിജയിപ്പിച്ചു. പുഞ്ചിരിയോടെ തൂക്കവില്ലിൽ ഏറുമ്പോൾ താങ്ങായി തണലായമ്മേ നീയും കൂടേണേ. തൂക്കക്കാരിൽ കനിയണേ ദേവി, നെയ്ക്കരുത്തായി പുലരേണേ അമ്മേ. പിള്ളത്തൂക്കം കണ്ടിളവേൽക്കും കൊല്ലങ്കോട്ടമ്മേ. കൊല്ലങ്കോട്ടമ്മയ്ക്കു തിരുമുന്നിൽ തേരോട്ടം, തൂക്കവില്ലിൻ തിരുനോട്ടം. വെങ്കണ്ണി മുറ്റത്ത് തങ്കത്തേരു തെളിക്കുന്നു, മീനപ്പൻ സൂര്യനുദിക്കുന്നു. കൊല്ലങ്കോട്ടമ്മയ്ക്കു തിരുമുന്നിൽ തേരോട്ടം, തൂക്കവില്ലിൻ തിരുനോട്ടം. വെങ്കണ്ണി മുറ്റത്ത് തങ്കത്തേരു തെളിക്കുന്നു, മീനപ്പൻ സൂര്യനുദിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ശ്രീമഹാദേവ മാതൃസമിതി ഭജന സംഘം ഇളം പാലമുക്ക് നടത്തിയ ഭജനയും ശ്രീമഹാദേവ വനിതാ ഭജൻ മണ്ഡൽ കാരോട് നടത്തിയ ഭജനയും കാതുകളിൽ ഭക്തിയുടെ ഗാനാമൃതം ചൊരിഞ്ഞു.
ശ്രീ രാജേഷ് കുമാർ വട്ടവിധ സമർപ്പിച്ച സായാഹ്ന ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിക്കുന്നതിനിടയിൽ അരങ്ങിൽ സാംസ്കാരിക സമ്മേളനവും തുടങ്ങി. ആ സാംസ്കാരിക സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ശ്രീ രാമചന്ദ്രൻ നായർ, ശ്രീ മോഹൻകുമാർ, ശ്രീ എസ് ബിജുകുമാർ, ശ്രീ പ്രേംകുമാർ, ശ്രീ രാജൻ വി പൊഴിയൂർ, ശ്രീ കെ ജി വേണുഗോപാൽ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ ബിനുകുമാർ, ശ്രീ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ചിത്തം അമ്മേ നിൻ ശ്രേഷ്ഠത വ്യക്തമതാക്കുന്നതാകണമെന്നെന്റെ കൃത്യം. അമ്മേ നിൻ കാരുണ്യധാര ചൊരിയുന്നതാകണമെന്നെന്റെ വാഴ്വ്. വ്യക്തമതാക്കുന്നതാകണമെന്നെന്റെ കൃത്യം. അമ്മേ നിൻ കാരുണ്യധാര ചൊരിയുന്നതാകണമെന്നെന്റെ വാഴ്വ്. വൈകുന്നേരം 6 മണിക്ക് നാഗരൂട്ടും തുടർന്ന് മാടൻ തമ്പുരാന് പെരുംപൂജയും നടന്നു. വാത്സല്യപൂരം നിറഞ്ഞൊരു ക്ഷീരമാകേണമെൻ ഭോജ്യം. അമ്മേ നിൻ രൂപസാരം തെളിയുന്നതാകേണമെന്നെന്റെ ലോകം. അമ്മേ നിൻ വാത്സല്യപൂരം നിറഞ്ഞൊരു ക്ഷീരമാകേണമെൻ ഭോജ്യം. അമ്മേ നിൻ രൂപസാരം തെളിയുന്നതാകേണമെന്നെന്റെ ലോകം. മുന്നിൽ ഗമിക്കുന്നതാകേണമെന്നെന്റെ വീതി. അമ്മേ എൻ അന്ത്യത്തിൽ നിന്നിൽ ലയിക്കുന്നതാകേണമടിയെന്റെ ദേഹി. അമ്മേ നിൻ പാദങ്ങൾ മുന്നിൽ ഗമിക്കുന്നതാകേണമെന്നെന്റെ വീതി. അമ്മേ എൻ അന്ത്യത്തിൽ നിന്നിൽ ലയിക്കുന്നതാകേണമടിയെന്റെ ദേഹി. രാത്രി 8 മണിക്ക് നടന്ന നൃത്തസന്ധിയിൽ നിരവധി കുട്ടികൾ നൃത്തത്തിൽ അവർക്കുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് സായിറാം ഗ്രൂപ്പ് അംഗങ്ങളും കുട്ടികളോടൊപ്പം ചേർന്ന് നൃത്തമാടി. സുഗന്ധി ഇരുമുടി കണ്ടുവണങ്ങ സർവശുഭങ്കര സുന്ദര രൂപേ കരളിതിൽ കുടി. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക.